അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. തദ്രീബാത്താണ് കേട്ടോ. എത്രാമത്തെ പാഠത്തിലെ നാലാമത്തെ പാഠമുണ്ടല്ലോ. അൽ വഹദത്തു റാബിഅ ലിയാഫത്തുൻ അജിബല്ലാഹു മിൻഹ എന്ന പാഠം, 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ തദ്രീബാത്ത്. നമുക്കത് നെക്റവ് വായിക്കാനാണ്. അക്കിരിം അക്കിരിമ അക്കിരിമു അക്കിരിമി അക്കിരിമ അക്കിരിംന. അതായത് അക്കിരിം, നീ ഒരു ആണ് ആദരിക്കുക. അക്രിമ, നിങ്ങൾ രണ്ടുപേർ ആദരിക്കുക. അക്രിമു, നിങ്ങൾ പല പുരുഷന്മാർ ആദരിക്കുക. അക്രിമി, നീ ഒരു പെണ്ണ് ആദരിക്കുക. അക്രിമ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ആദരിക്കുക. അക്രിംന, നിങ്ങൾ പല സ്ത്രീകൾ ആദരിക്കുക. അതായത് കൽപ്പനക്രിയയാണ്. അതായത് എന്താണ്, കൽപ്പനക്ക് ഉപയോഗിക്കണ അല്ലേ, കൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണത്. അക്കിരിം അക്കിരിമ അക്കിരിമു അക്കിരിമി അക്കിരിമ അക്കിരിംന. ഇനി അതുപോലെ തന്നെ അല്ലിൽ, നീ കാരണം പറയുക. അല്ലിൽ അല്ലില അല്ലിലു, ഇത് ആണുങ്ങളോട്. അല്ലിൽ, നീ ഒരു പുരുഷൻ പറയുക. അല്ലില, നിങ്ങൾ രണ്ട് പുരുഷന്മാർ കാരണം പറയുക. അല്ലിലു, നിങ്ങൾ പല പുരുഷന്മാർ കാരണം പറയുക. അല്ലിലി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ്. നീ ഒരു സ്ത്രീ കാരണം പറയുക. അല്ലില, നിങ്ങൾ രണ്ടുപേർ കാരണം പറയുക. അല്ലിൽന, നിങ്ങൾ പല സ്ത്രീകൾ കാരണം പറയുക. നവ്യം, നീ ഉറക്കുക. അത് പുരുഷനോടാകുമോ? നീ ഒരു പുരുഷൻ ഉറക്കുക. നവ്യമ, നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഉറക്കുക. നവ്യമു, നിങ്ങൾ പല പുരുഷന്മാർ ഉറക്കുക. നവ്യമി എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനോട്, നീ ഒരു പെണ്ണ്, നീ സ്ത്രീയെ നീ ഉറക്കുക. നവ്യമ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഉറക്കുക. നവ്യംന, നിങ്ങൾ പല സ്ത്രീകൾ ഉറക്കുക. അത്ഫി, നീ കെടുത്തുക അല്ലേ, എന്താ വിളക്ക് കെടുത്താനൊക്കെ പറയും. അത്ഫി, നീ ഒരു പുരുഷൻ എന്നാണ് കെടുത്തുക. അത്ഫിക, രണ്ട് പുരുഷന്മാർ കെടുത്തുക. അത്ഫിക, പല പുരുഷന്മാർ കെടുത്തുക. അത്ഫി, നീ ഒരു സ്ത്രീ കെടുത്തുക. അത്ഫിക, രണ്ട് സ്ത്രീകൾ കെടുത്തുക. അത്ഫിന, നിങ്ങൾ പല സ്ത്രീകൾ കെടുത്തുക. അരി, നീ കാണുക. അരിയ, രണ്ടുപേർ കാണുക. അറു, നിങ്ങൾ കാണുക അല്ലേ, അരി അഭിപ്രായപ്പെടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി പെണ്ണുങ്ങൾ അരി അരിയ അരീന, പെണ്ണിനോടുള്ള കൽപ്പനയാണ്. നീ ഒരു പെണ്ണ് അഭിപ്രായപ്പെടുക. അരിയ, രണ്ടുപേർ അഭിപ്രായപ്പെടുക. അരിയ, നിങ്ങൾ പല അഭിപ്രായപ്പെടുക. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് എന്താണ്, അമ്രിനു എന്നതാണ്. ഇനി അക്തുബുൽ മായനാണ്, അർത്ഥം നമുക്ക് എഴുതാനാണ്. മജ്ഹൂദിൻ്റെ അർത്ഥം എന്താ? മജ്ഹൂദ് എന്ന് പറഞ്ഞാൽ വിശന്നവൻ, വിശപ്പെത്തിയവൻ, വിശന്ന് വലഞ്ഞവൻ, പ്രയാസം എത്തിയ ആളെ പറ്റിയാണെന്ന് പറയാം മജ്ഹൂദ് എന്നൊക്കെ പറയാം. റഹൽ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ വീടാണ്. റഹലിൻ്റെ അർത്ഥം വീടാണ് കേട്ടോ. കൂത്തൻ എന്ന് പറഞ്ഞാൽ, കൂത്തെന്ന് പറഞ്ഞാൽ ഭക്ഷണം. അശാ എന്ന് പറഞ്ഞാലോ, അശാ എന്ന് പറഞ്ഞാൽ അത്തായ ഭക്ഷണമാണ്. ത്വാബ് എന്ന് വെച്ചാൽ വിശന്നവൻ. ശനീഉൻ, പ്രവർത്തനം. സുലൂക്ക് എന്ന് വെച്ചാൽ, സുലൂക്ക് എന്ന് പറഞ്ഞല്ലോ, സുലൂക്ക് പെരുമാറ്റം അല്ലേ, നമ്മളവിടെ പറഞ്ഞില്ലേ സുലൂക്കുൽ അലീം എന്നൊക്കെ പറഞ്ഞല്ലോ, പെരുമാറ്റം. സിറാജ് എന്ന് വെച്ചാൽ വിളക്ക്. അപ്പോൾ ഈ എത്ര ഇതുണ്ടായി, 8 വാക്കുകളുടെ അർത്ഥങ്ങളാണ്. ഇനി നക്തശിബു സിയാക്ക, സന്ദർഭം വിവരിക്കാനാണ്. ഇന്നി മജ്ഹൂദൻ, തീർച്ചയായും ഞാൻ വിശന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ വിശന്ന് വലഞ്ഞവനാണെന്ന് പറഞ്ഞല്ലോ. ഇത് ആരാ പറഞ്ഞത്? ഇതെപ്പോഴായി സന്ദർഭം? നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വരികയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അല്ലേ, ജാറജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്നി മജ്ഹൂദ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മജ്ഹൂദാണ്. അപ്പോൾ നബിയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞതാണ്. അത് അബൂ ഹുറൈറ റിവായത്ത് ചെയ്ത ഹദീസിലാണ്. കാലം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ. ഇനി അന യാ റസൂലല്ലാ, അതെ ഞാൻ യാ റസൂലല്ലാ എന്ന് പറഞ്ഞല്ലോ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് ആര് പറഞ്ഞത്? അപ്പം നബി ചോദിച്ചല്ലോ. നബി ചോദിച്ചു സഹാബികൾ, മയുലീഫു ഹാദൽ ലൈല, ഈ രാത്രി ആരാണ് ഇദ്ദേഹത്തെ സൽക്കരിക്കുക? അങ്ങനെ ചോദിച്ചപ്പോൾ ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ സൽക്കരിക്കാമെന്ന്. ഇനി 3 ഫഅല്ലിലിഹിം ബിശൈഇൻ, നീ എന്തെങ്കിലും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അവരോട് നീ എന്തെങ്കിലും കാരണം പറയുക, അവർക്ക് എന്തെങ്കിലും കാരണം പറയാമെന്ന് പറഞ്ഞല്ലോ അല്ലേ, വല്ല കാരണം പറഞ്ഞ് നീ അവരെ ആശ്വസിപ്പിക്കുക. ഇത് എപ്പോഴും പറഞ്ഞതാ? എന്താണ്, അൻസാരികൾപ്പെട്ടൊരു സഹാബി, അദ്ദേഹം അതിഥിയുമായി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു അല്ലേ, നിൻ്റെ അടുക്കൽ വല്ലതുമുണ്ടോ? ഹൽ ഇന്ദക്കി ചെയ്യോ, നിൻ്റെ അടുക്കൽ വല്ലതുമുണ്ടോ? കാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു ലാ ഇല്ലാ കൂത്തൈസ് ബിയാണി, എൻ്റെ കുട്ടിയുടെ ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്ത്, കാല, അദ്ദേഹം പറഞ്ഞു, ആ അൻസാരികൾപ്പെട്ട സഹാബി പറഞ്ഞു ഫഅല്ലിലിഹിം ബിശൈഇൻ, നീ അദ്ദേഹത്തിന് കുട്ടികളെ നീ വല്ലതും പറഞ്ഞുകൊണ്ട് വല്ല കാരണവും പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പാഠം നല്ലോണം വായിച്ചു നോക്കിയത് കിട്ടും. ഇനി 4 ലഖദ് അജിബല്ലാഹു മിൻ സനീകുമാ ബി ലൈഫികുമൽ ലൈല, ഇന്നലെ രാത്രി നിങ്ങളുടെ അതിഥിയെക്കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്ത പ്രവൃത്തി അള്ളാഹു
അത്ഭുതപ്പെട്ടിരിക്കുന്നു, അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതെപ്പോഴാണ്? ആ അങ്ങനെ പ്രഭാതമായപ്പോൾ അല്ലേ, പ്രഭാതമായപ്പോൾ അൻസാരിയായ സഹാബി നബിയുടെ അടുത്തേക്ക് രാവിലെ തന്നെ പോയി. അപ്പോൾ ഫഖാൽ, അപ്പം നബി പറഞ്ഞു, നബി പറഞ്ഞാണിത്, ലഖദ് അജിബല്ലാഹു മിൻ സനീകുമാ ബിളൈഫികുമൽ ലൈല എന്ന്. അപ്പോൾ അതൊക്കെ നാളെ മനസ്സിലായി. ഇനി അൽ വാജിബുൽ മൻസിലിയാണ് ഹോംവർക്കാണ്. നക്തുബ് സലാസ ജുമലിൻ ഫെയിലിയായ ഒരു 3 ജുംല എഴുതണം. അതുപോലെ തന്നെ 2 നക്തുബു സലാസ ജുമലിൻ ഇസ്മിയായ ഒരു 3 ജുംല എഴുതണം. അത് നമുക്ക് എന്ത് ചെയ്യുക, ആ പാഠത്തിലെ ഇസ്മിയായ ജുംലകളെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ അതിൽ ജാ റജുലൻ അല്ലേ, ജാ റജുലൻ എന്നുള്ള എന്താണ്, ഫീലിയായ ജുംലയാണ്. ജാ ആ ഫീല്, റജുലൻ ഫായിലാണ്. ഇനി യഅ്കുലുൽ ലൈഫു അതിഥി ഭക്ഷിക്കും, അതും എന്താണ്, ഫീലിയായ ജുംലയാണ്. ഇനി ലാ യുഫ്ലിഹുൽ കസ്ലാനു മടിയൻ വിജയിക്കൂല, അതും ഫീലിയായ ജുംലയാണ്. ഇനി അത് നക്തുബ് സലാസുൽ ഇസ്മിയായ 3 ജുംല എഴുതാനാണ്. അതതിൻ്റെ അപ്പുറയിൽ അൽ ലൈഫു ജായുൻ അതിഥിയാകുന്നത്, ജായുൻ വിശന്നവനാണ്, അശംസു താലിയത്തുൻ സൂര്യനാകുന്ന ഉദിച്ചതാണ്, അൽ ഹറു ഷദീദൻ ചൂടാകുന്നത് ശക്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് എഴുതാം. ഇനി അതുമല്ല, നമ്മുടെ പാഠത്തിൽ നിന്ന് കണ്ടുപിടിച്ച് നമുക്ക് എഴുതാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 4ാമത്തെ പാഠത്തിൽ തദ്രീബാത്ത് കഴിഞ്ഞ് എല്ലാവരും നല്ലപോലെ പഠിക്കുക. എല്ലാം തദ്രീബാത്തും നല്ലപോലെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നോട്ടും നല്ലപോലെ ഉപയോഗപ്പെടുത്തുക. എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാർക്ക് നേടാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.